നാളായി ഞാൻ വിചാരിക്കുന്നൊരു പൊതിച്ചോറുണ്ടാക്കണം. അതെ, ഇന്നതിനുള്ള സമയം വന്നിരിക്കുകയാണ്. സോ ചെറിയൊരു കുട്ടി പൊതിച്ചോറുണ്ടാക്കാം. വരൂ. നമ്മൾ കുക്കറിലാണോ അരി ഇടാൻ പോകുന്നത്? ഒറ്റ വിസിൽ മതിയേ. അപ്പോൾ എയർ പോകുന്നിടം വരെ ഒറ്റ വിസിൽ കിടക്കുക. എയർ പോയി കഴിഞ്ഞാൽ ഉടനെ അതിനകത്ത് വാഷർ മാറ്റിയിട്ട് അത് ചരുവത്തിലോട്ട് കമത്തി ചെയ്ത് കുക്കർ അടച്ച് വാഷർ മാറ്റുക, വീറ്റും മാറ്റുക. എന്നിട്ട് കുക്കർ അടച്ച് തന്നെ ഊറ്റുക. ചരുവത്തിനകത്തോട്ട് സുരക്ഷിതവുമാണേ ഊറ്റിയിടുക. അരിയൊക്കെ വേവിക്കാൻ വേണ്ടി എളുപ്പം ഇതാണല്ലേ, കുക്കറല്ലേ? കുക്കറിലോട്ട് ഇടുക. അരപ്പിനായിട്ട് എടുക്കുന്ന എന്തൊക്കെയാണ്? തേങ്ങ, ചെറിയുള്ളി, കറിവേപ്പില, കാന്താരി, പിന്നെ കുറച്ച് മഞ്ഞളല്ലേ? മഞ്ഞളും കൂടെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ വാഴച്ചുണ്ടിൽ ചേർക്കും. അടിപൊളിയായിരിക്കും. നന്നായിട്ട് മിക്സ് ആക്കണം, നന്നായിട്ട് അരച്ചെടുക്കണം. അച്ഛനുള്ള കാലത്ത് ഇഷ്ടംപോലെ കൃഷിയിലെ ആക്കാൻ ക്രഷ് ചെയ്തിട്ട് ഒന്ന് ഇളക്കാം. ഇഷ്ടംപോലെ വാഴച്ചുണ്ടും വാഴപ്പിൻ്റെയും എല്ലാം ഉണ്ടായിരുന്നു. വാഴയ്ക്കാലും നമുക്ക് ഇത്രയും രോഗങ്ങളില്ല. എന്നിട്ട് ഞങ്ങളെല്ലാം ഇഷ്ടംപോലെ കറിവേപ്പില, പിന്നെ അല്പം പരിപ്പ്. അത് ഓപ്ഷനിലാണേ. തല കൊള്ളാക്കില്ലെങ്കിലും കൊള്ളാം. നമുക്ക് ഒരു ചുമ്മാ നമുക്ക് അടിക്കുമ്പോൾ ഒരു സുഖം. പൊട്ടത്തെല്ലാം കൂടെ ഒന്ന് ചുമന്ന് വരട്ടെ. വാഴച്ചുണ്ട് ഇതിലേക്കിടാം. ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കണം. അരപ്പി കിടന്ന് ഇച്ചിലൂടെ വേഗം ഉള്ളത്. നന്നായിട്ട് കഴുകണം, വിഷമൊക്കെ കാണുമല്ലേ. സ്ലൈസാക്കി വെച്ചിട്ട് കറ പോകാൻ വേണ്ടി വീണ്ടും നമ്മൾ കഴുകിയെടുക്കാം. എന്നാലേ നല്ലതായിട്ട് കറ പോയി നല്ലതായിട്ട് ദഹിക്കപ്പെടും. നമ്മൾ കത്തിരിക്ക ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള എന്തൊക്കെ മസാലകളാണ് അമ്മി ചേർക്കുന്നത്? അവനെ കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂണ്, പിന്നെ മഞ്ഞൾ പൊടി 1/4 ടീസ്പൂൺ, പൊടി. വേറെ മസാലകൾ ചേർക്കണോ? വേറെ അധികം ചേർത്തില്ലെങ്കിലും സാരമില്ല. മിക്സ് ചെയ്തിട്ട് ഓരോന്നായിട്ട്. എനിക്ക് ഫേവറേറ്റ് ആണ് കത്തിരിക്ക ഫ്രൈ. നന്നായിട്ട് ഒരു തുള്ളി വെള്ളം കൂടെ ആഡ് ചെയ്യും. നമ്മളിതിനകത്ത് മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. തേങ്ങ, ചെറിയുള്ളി, കാന്താരി, കറിവേപ്പില ഓപ്ഷനിലാണോ? വേണം. പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മാങ്ങ, അത് വെക്കാൻ മറന്നുപോയി. മാങ്ങ മിക്സി ഉപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ വാഴച്ചുണ്ടൊന്ന് അടച്ചു വെച്ച് വേഗം അനുവദിക്കാം. നേരത്തെ തന്നെ മാരിനേറ്റ് വെച്ച നെത്തോലിയാണിത്. എത്രത്തോളം നേരം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നു അത്രത്തോളം നന്നായിട്ട് മസാല പിടിക്കും. അത് ഫ്രൈ ചെയ്യാൻ പോവാണ്. നന്നായിട്ട് ചൂടായ എണ്ണയിലോട്ട് ഇടാൻ പോവാണ്. നല്ല ഇതുപോലെ ഒരു സൗണ്ട് കേൾക്കട്ടെ. നല്ല എണ്ണ നല്ല തിളച്ചിട്ടുണ്ട്.
പൊതിച്ചോറിന് വേണ്ടിയുള്ള കറികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ഓംലേറ്റ് ലാസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മാങ്ങ ചമ്മന്തി, നെത്തൊലി, മാങ്ങ അച്ചാർ, മാങ്ങ വെറുതെ മുളകിട്ടതല്ലേ, പിന്നെ ചുണ്ട് തോരൻ, പിന്നെ ബ്രിഞ്ചോൾ ഫ്രൈ. ഇതൊക്കെയാണ് നമ്മുടെ റെസിപ്പീസ്, ഇൻഗ്രീഡിയൻസ്. ഇതൊക്കെയാണ് നമ്മുടെ കറികൾ. നമുക്കിത് വെച്ചിട്ടൊരു കുട്ടി പൊതിച്ചോറുണ്ടാക്കാം. വാഴയിൽ നമ്മൾ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ലൈറ്റ് ചെയ്ത് പൊതിച്ചോറ് ഭയങ്കര മൊത്തത്തിൽ ഫുൾ എണ്ണ പിടിച്ചു കേട്ടോ. ഫുള്ളായിട്ട് എണ്ണ പിടിച്ചു. നെത്തോലിയുടെയും ഈ അച്ചാറിൻ്റെയും പിന്നെ നമ്മുടെ ബ്രിഞ്ചാൾ ഫ്രൈയുടെ എല്ലാം എണ്ണ നന്നായിട്ട് പിടിച്ച് നല്ല വാട്ടിയിടയിൽ കഴിച്ചുകൊണ്ട് എല്ലാം കൂടെ ഓരോന്നിടലാക്കി. സോപ്പം ഭയങ്കര ഇഷ്ടമാണ്. സോ ഗുഡ്, അടിപൊളി, കിട്ടില്ല. ഉണ്ട് ഉണ്ട്, സൂപ്പറായിട്ടുണ്ടല്ലേ? അതെ അതെ, സൂപ്പർ.